ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചെമ്പരന്തീർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ആൻ്റണിയും രേവതിയും തമ്മിൽ റോഡിൽ വെച്ചൊരു വാക്കുതർക്കം ഉണ്ടാവുകയാണ്. അതിനൊടുവിൽ ആൻ്റണിയെ രേവതി തല്ലുകയും ചെയ്യുന്നുണ്ട്. ഈ വിവരമൊക്കെ വീട്ടിൽ വന്ന് സച്ചിയോട് രേവതി പറയുന്നുണ്ട്. അപ്പം സച്ചി രേവതിയോട് പറയും, നീ കരുതുന്നതാണ് കല, അവൻ അപകടകാരിയാണ്, നീ സൂക്ഷിക്കണമെന്ന് പറയും. ഒരു കുഴപ്പമില്ല സച്ചിയേട്ടാ, അവനെ എനിക്ക് ചെറുപ്പം മുതലേ അറിയാവുന്നതല്ലേ, അവൻ എവിടം വരെ പോകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇനി അവൻ നമ്മളോട് കളിക്കാനൊന്നും വരത്തില്ല. സച്ചിയേട്ടനെ അവന് നല്ല പേടിയുണ്ടെന്ന് പറയും. അതൊക്കെ ശരിയാ, എന്നാലും നീ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് രേവതിയോട് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ആൻ്റണിക്ക് ഇത് നല്ലൊരു പകയാണ്. കാരണം രേവതി ആൻ്റണിയെ തല്ലിയത് ആൻ്റണിയുടെ മനസ്സിൽ നിന്ന് പോകത്തില്ല. എങ്ങനെയും അവൾക്കിട്ടൊരു പണി കൊടുക്കണമെന്ന് ആൻ്റണി തീരുമാനിക്കുന്നു. അതിന് അവൾക്ക് ഏറ്റവും നോവുന്നത് അവളുടെ സച്ചിക്ക് എന്തെങ്കിലും പറ്റിയാലാണ്. അതുകൊണ്ട് തന്നെ സച്ചിയെ അപകടപ്പെടുത്താൻ ആൻ്റണി തീരുമാനിക്കുകയാണ്. ആ തീരുമാനം ഒറ്റയ്ക്ക് നടപ്പാക്കാൻ ആൻ്റണിക്ക് സാധിക്കുമായിരുന്നില്ല. അങ്ങനെ അതിനുവേണ്ടി അവൻ കൂട്ടുപിടിക്കുന്നത് നമ്മുടെ നിഖിലിനെയാണ്. അങ്ങനെ അവൻ്റെ അടുത്ത് പറയും, നീ ഒരു കാര്യം ചെയ്യ്, അവളെ ശ്രുതിയെ വിളിക്കാൻ പറയും. അങ്ങനെ അവൻ നമ്മുടെ നിവിൻ ശ്രുതിയെ ഫോൺ വിളിക്കുകയാണ്. അങ്ങനെ ഫോൺ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. ഫോൺ വിളിക്കുന്ന സമയത്ത് പെട്ടെന്ന് ശ്രുതിക്ക് ആളെ മനസ്സിലാവത്തില്ല. ഹലോ എന്ന് വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് പറയും, നിവിൻ, നീ എന്നെ മറന്നു പോയോ എന്ന് ചോദിക്കും. നീ എന്തിനാ ഇപ്പം എന്നെ വിളിക്കുന്നത്? നീ എന്ത് കരുതി കുറച്ച് ഗുണ്ടകളെ ഏർപ്പാട് ചെയ്ത് എന്നെ അങ്ങ് കൊല്ലാമെന്നോ? നിനക്ക് ഇത്രയും വലിയൊരു ക്രിമിനൽ ബുദ്ധിയൊന്നും ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ലെന്ന് പറയും. നീ എന്തിനാ എന്നെ എങ്ങനെ ഉപദ്രവിക്കുന്നത്? നീ ചോദിച്ച സമയത്തെല്ലാം ഞാൻ നിനക്ക് പണം തന്നിട്ടില്ലേ? പിന്നെ നീ എന്തിനാ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? അതെ, അതിനുവേണ്ടി തന്നെ ഞാൻ നിന്നെ പിന്നെയും വിളിക്കുന്നത്. അല്ലാതെ നിൻ്റെ കൂടെ കൊടൈക്കനാൽ ടൂർ പോകാമെന്ന് ഞാൻ ആഗ്രഹിച്ചില്ലല്ലോ. എനിക്ക് പണം വേണം. ഇതും വലിയൊരു തുകയൊന്നും ആവശ്യമില്ല. ഒരു 1,00,000 രൂപ മതിയെന്ന് പറയും. 1,00,000 രൂപയോ? നീ എന്തൊക്കെയാണ് നവീന ഈ പറയുന്നത്? 1,00,000 രൂപയൊക്കെ എൻ്റെ കയ്യിൽ എവിടുന്നാ? അതൊന്നും എനിക്കറിയണ്ട. ഞാൻ എന്തോലും രഹസ്യവാ ഒളിപ്പിച്ച് വെച്ചേക്കുന്നുള്ള കാര്യം നിനക്കറിയാവോ കല്യാണി? നീ വിവാഹത്തിന് മുന്നേ മറ്റൊരു കല്യാണം കഴിച്ചെന്നും അതിൽ നിനക്കൊരു കുട്ടിയുണ്ടെന്നും നിൻ്റെ പേര് കല്യാണി എന്നാണെന്നും ഉള്ള വിവരം നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് അറിയത്തില്ലല്ലോ. അതങ്ങാണ് ഞാൻ പുറത്ത് പറഞ്ഞ് എന്താവും നിൻ്റെ ദാമ്പത്യ ജീവിതം? അതുകൊണ്ട് അത്രയും വലിയ രഹസ്യം ഞാൻ ഒളിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ആവശ്യപ്പെടുന്ന ഈ നിസ്സാരമായ തുക നീ സംഘടിപ്പിച്ച് തന്നേ പറ്റത്തുള്ളൂ. നവീൻദാസിൻ്റെ വിചാരം ഇപ്പോഴും ശ്രുതി ചന്ദ്രോദയത്തിലാണെന്ന് കരുതിയാണ് ഇങ്ങനെയൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുന്നത്. പ്രത്യക്ഷത്തിൽ ചന്ദ്രോദയത്തിലല്ലെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾ എങ്ങാനും ചെയ്ത് ചന്ദ്രോദയത്തിൽ പറഞ്ഞ് അവിടെ കയറി പറ്റാനുള്ള എല്ലാ വഴിയും അടഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ അവൻ ഭീഷണിപ്പെടുത്തുന്നത് ശ്രുതിക്ക് വലിയ ശല്യമായിട്ടിരിക്കുക. ഞാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് തരാൻ ശ്രമിക്കാം എന്ന് നവീനോട് പറയുന്നുണ്ട്. ശരി, എങ്കിൽ നീ ശ്രമിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ പോകുന്നത് നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലോട്ടായിരിക്കുമെന്ന് പറയും. നീ എന്നെ പ്ലീസ് ഉപദ്രവിക്കലെന്ന് പറഞ്ഞ് നവീനടുത്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നവീൻ സംസാരിക്കുന്നത് മുഴുവൻ നമ്മുടെ ആൻ്റണിയുടെ അടുത്ത് നിന്നുകൊണ്ടാണ്. അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആൻ്റണി പറയും, അതെ എനിക്കറിയാം, ഇപ്പോൾ അവൾ എന്നെ ഫോൺ വിളിക്കും. നിന്നെ കൊല്ലാൻ വേണ്ടി അവൾ എന്നെയാണല്ലോ ഏർപ്പാട് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവൾ എന്നെ ഉടനെ ഫോൺ ചെയ്യും. അവളുടെ കൂടെ മാത്രമേ എനിക്ക് സച്ചി അപകടപ്പെടുത്താനുള്ള ഒരു വഴി തുറന്ന് കിട്ടത്തുള്ളൂ എന്ന് പറയും. അങ്ങനെ അതുപോലെ തന്നെ അല്പനേരം കഴിയുമ്പോഴത്തേക്കും ആൻ്റണിയെ ശ്രുതി വിളിക്കുകയാണ്. എന്നിട്ട് പറയും, ആൻ്റണി, നീ അല്ലേ പറഞ്ഞ നവീൻ്റെ കൈയും കാലും തല്ലി ഓടിച്ച് അവനെ എവിടെയും കൂടെ ആക്കിയെന്നുള്ളത്? അത് ശരിയാണ്, ഞാൻ പറഞ്ഞില്ലേ അവൻ്റെ ദേഹം മൊത്തം പഞ്ചറാണ്. അങ്ങനെ അവനെ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു ദൂരെയുള്ളൊരു സ്ഥലത്ത് അവനെ ഞാൻ ആയുർവേദ ചികിത്സയ്ക്ക് വിട്ടേക്കാമെന്നുള്ളത്. അവനിപ്പോൾ എന്നെ ഫോൺ വിളിച്ചെന്ന് പറയും. ഫോൺ വിളിക്കാനോ? അതെ, അവൻ പിന്നെയും പൈസ ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ശല്യം എനിക്ക് ഇല്ലാതാക്കി തന്നേ പറ്റത്തോളം എന്ന് പറയും. എനിക്ക് ഞാൻ അവനെയും കൊല്ലാം. നീ അവനെ കൊല്ലിയൊന്നും വേണ്ട, അവൻ ഇനി എന്നെ ഫോൺ വിളിക്കാത്ത വിധത്തിൽ അവനെ ഒന്ന് പെരുമാറി വിട്ടാൽ മതിയെന്ന് നമ്മുടെ ആൻ്റണിയോട് ശ്രുതി പറയുന്നുണ്ട്. ഇതെല്ലാം നവീൻ അടുത്ത് നിന്ന് കേൾക്കുകയാണ്. ആ സമയത്ത് പറയും, ശരി, അതൊക്കെ ഞാൻ ചെയ്തു തരാം. ഞാൻ നിനക്ക് ഒരു സഹായം ചെയ്തു തരുമ്പോൾ തിരിച്ച് ഒരു സഹായം ഞാനും പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ എന്ന് ആൻ്റണി പറയുകയാണ്. ആൻ്റണിക്ക് വേണ്ടി ഞാൻ എന്ത് സഹായമോ ചെയ്യേണ്ടതെന്ന് നോക്കും. ഞാൻ പറയുന്ന പോലെ നീ ചെയ്തു കഴിഞ്ഞാൽ അവനെ കൊണ്ടുള്ള ഉപദ്രവം ഞാൻ നിർത്തിത്തരാമെന്ന് പറയും. ശരി, നീ പറ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കും. നിനക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു കാര്യമേ ഉള്ളൂ. നീ സച്ചി ഓട്ടിക്കുന്ന വണ്ടിയുടെ താക്കോൽ എനിക്ക് എടുത്തു തരണമെന്ന് പറയും. വണ്ടിയുടെ താക്കോൽ? അതെന്തിനാണ് നിനക്ക് അവൻ്റെ വണ്ടിയുടെ താക്കോൽ? അതിനെക്കുറിച്ചൊന്നും നീ അന്വേഷിക്കേണ്ട. നിന്നെ ഏൽപ്പിച്ച ജോലി നിനക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറ. അതൊക്കെ നിസ്സാരമാണ്, അതൊക്കെ ചെയ്തു തരാമെന്ന് പറയും. അപ്പോൾ എങ്കിൽ ശരി, അതെടുത്ത് തന്നാൽ പിന്നെ നവീൻദാസിനെ കൊണ്ടുള്ള ഒരു ശല്യം നിനക്കുണ്ടാവത്തില്ലെന്ന് പറയും. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ശ്രുതി മനസ്സിലാലോചിക്കും, ഇനി ഞാൻ ചന്ദ്രോദയത്തിൽ കയറി എങ്ങനെയാണ് സച്ചിയുടെ വണ്ടിയുടെ കാറിൻ്റെ താക്കോൽ എടുത്ത് കൊടുക്കുന്നത്? അവനെന്തെങ്കിലും അപകടം വരാൻ വേണ്ടിയായിരിക്കും ആൻ്റണി താക്കോൽ ചോദിച്ചത്. അല്ല, അവന് അപകടം വന്നാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അവൻ ഒരുത്തം കാരണമാണ് ചന്ദ്രോദയത്തിൽ കയറാനുള്ള എൻ്റെ വഴി അടഞ്ഞു പോയത്. അവനാണ് ആൻറ്റിയെ പിരികേറ്റി എന്നെ വിളിക്കാനായിട്ട് പറഞ്ഞു വിട്ടത്. അങ്ങനെ സച്ചിക്ക് ഒരു പണി കിട്ടുന്നത് ശ്രുതിക്കും വലിയ സന്തോഷമാണ്. അങ്ങനെ
എങ്ങനെയെങ്കിലും കാറിൻ്റെ താക്കോൽ സംഘടിപ്പിച്ച് കൊടുക്കണം. അങ്ങനെ അതിന് ശ്രുതി കൂട്ടുപിടിക്കുന്നത് നമ്മുടെ ഭാമയാണ്. അങ്ങനെ ഭാമയുടെ വീട്ടിൽ ചെന്നിട്ട് ഭാമയോട് സംസാരിക്കും. അങ്ങനെ ആത്മഹത്യാ ഭീഷണിയൊക്കെ മുഴക്കി ഭാമയെ കൊണ്ട് താക്കോൽ എടുപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഭാമ നേരെ ചന്ദ്രമതിയുടെ വീട്ടിൽ വരും. അങ്ങനെ ചന്ദ്രമതിയുടെ വീട്ടിൽ വന്നതിന് ശേഷം ഭാമ പറയുന്നുണ്ട്, എനിക്ക് ഒരു ഓട്ടം പോകണം, അത് സച്ചിയുടെ വണ്ടിയിൽ തന്നെ പോകണമെന്ന് പറയും. അതെന്താ നിനക്ക് അവൻ്റെ വണ്ടിയിൽ തന്നെ പോകണമെന്നൊരാഗ്രഹം? അല്ല, വേറെ പരിചയമുള്ള വേറെ പരിചയമുള്ള ടാക്സി ഡ്രൈവർമാരെയൊന്നും എനിക്കറിയത്തില്ല. ഇതാകുമ്പം അവനെൻ്റെ മോനെ പോലെയല്ലേ, വിശ്വസിച്ച് നമുക്ക് പോവാമല്ലോ, വെയിറ്റിംഗ് ചാർജൊന്നും വലുതായിട്ട് മേടിക്കത്തില്ലല്ലോ എന്നൊക്കെ നമ്മുടെ ഭാമ പറയുന്നുണ്ട്. അതെന്തായാലും കൊള്ളാം എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. അങ്ങനെ സച്ചി വരുമ്പോൾ പറയും, സച്ചിയേട്ടാ ഭാമാൻറ്റി പറയുന്നു, ഭാമാൻറ്റിക്ക് ദൂരെ എവിടെ പോകണം, അങ്ങനെ സച്ചിയേട്ടൻ്റെ വണ്ടിയിൽ പോത്തോളം എന്നൊക്കെ പറയുമെന്ന് പറയും. അതിനെന്താ, ഞാൻ കൊണ്ട് വിടാമല്ലോ എന്നൊക്കെ പറയും. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് സച്ചിയുടെ വണ്ടിയുടെ താക്കോല് ഭാമ കൈക്കലാക്കുകയാണ്. അങ്ങനെ ആ താക്കോല് കൊണ്ടുവന്ന് ശ്രുതി ഏൽപ്പിക്കും. അങ്ങനെ ശ്രുതി അത് ആൻ്റണി ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ സച്ചിയുടെ കാറിൻ്റെ ബ്രേക്ക് അഴിച്ച് വിടുകയാണ്. അങ്ങനെ ബ്രേക്ക് അഴിച്ച് വിട്ട് കഴിഞ്ഞാൽ സച്ചി ബ്രേക്കില്ലാതെ വണ്ടി കൊണ്ടുചെന്ന് എവിടെയെങ്കിലും ഇടിക്കും, ആരെങ്കിലും മരണപ്പെടുകയോ സച്ചിയുടെ വണ്ടി ഓട്ടിച്ച് സച്ചിക്ക് തന്നെ അപകടം വരുമോ എന്നുള്ളൊരു ഉറപ്പ് ആൻ്റണിക്കുണ്ടായിരുന്നു. അങ്ങനെ സച്ചിയെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിന് ശ്രുതിയും കൂട്ടി നിൽക്കുന്നുണ്ട്. അങ്ങനെ വണ്ടിയുടെ ബ്രേക്കൊക്കെ അഴിച്ച് വിടുന്നുണ്ട്. അങ്ങനെ സച്ചി ട്രിപ്പ് പോകാനായിട്ട് റെഡി ആവുന്നുണ്ട്. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് രേവതിയുടെ അടുത്താണ് താക്കോലൊക്കെ മേടിക്കുന്നത്. അങ്ങനെ രേവതി താക്കോൽ കൊടുക്കുമ്പോൾ താക്കോൽ താഴെ വീഴുകയാണ്. ആ സമയത്ത് താക്കോലെടുത്ത് കൊടുക്കുമ്പോഴും രേവതിയുടെ മനസ്സിൽ പെട്ടെന്ന് താക്കോൽ വീണപ്പോൾ എന്തെങ്കിലും അപകടം വരുന്ന എന്തെങ്കിലും ആണോ എന്നൊക്കെ ഉള്ള സംശയം രേവതിയുടെ മനസ്സിൽ വരുന്നുണ്ട്. എങ്കിലും അതൊന്നും കാണിക്കാതെ തന്നെ രേവതി ആ താക്കോൽ സച്ചി ഏൽപ്പിക്കുകയാണ്. അങ്ങനെ സച്ചി വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ആ വണ്ടിയുടെ പുറമെ ആൻ്റണിയുടെ 2 സുഹൃത്തുക്കളും കാണും. കാരണം വണ്ടി സച്ചിയെ പ്രകോപിപ്പിച്ചെങ്കിൽ മാത്രമേ വണ്ടി സ്പീഡിൽ പോകത്തുള്ളൂ. സ്പീഡിൽ പോയെങ്കിൽ വണ്ടിക്ക് ബ്രേക്ക് കിട്ടത്തില്ല. അങ്ങനെയൊക്കെയുള്ള പ്ലാനായിരുന്നു അവരുടെ മനസ്സിൽ. അങ്ങനെ സച്ചിയുടെ 2 കൂട്ടുകാർ വണ്ടിയുടെ മുമ്പിൽ വന്ന് സൈഡ് കൊടുക്കാതെ ഇട്ട് ഒരുമാതിരി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കും. അപ്പോൾ അത് സച്ചിക്ക് ദേഷ്യമാവും. അങ്ങനെ സച്ചി ഓവർടേക്കാൻ ശ്രമിക്കുമ്പോൾ അത് നടക്കത്തില്ല. അങ്ങനെ വണ്ടി ബ്രേക്കില്ലാതെ വണ്ടി പോവുകയാണ്. വണ്ടി പോയി ഇടിക്കുന്നത് നേരെ നമ്മുടെ അരുണിൻ്റെ ബൈക്കിൻ്റെ മുമ്പിലാണ് കൊണ്ട് വണ്ടിയുടെ ബ്രേക്ക് പോകുന്നത്. ആ സമയത്ത് അരുൺ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് സച്ചിയാണ്. അങ്ങനെ സച്ചി അരുണോട് അവിടെ വെച്ച് ഉടക്കം നടക്കുകയാണ്. ആ സമയത്ത് സച്ചി പറയുന്നുണ്ട്, സാറേ ഞാൻ മനഃപൂർവ്വമല്ല, വണ്ടിയുടെ ബ്രേക്ക് പോയി. എങ്ങനെയാണ് എൻ്റെ വണ്ടിയുടെ മുമ്പിൽ വന്നപ്പോൾ തന്നെ നിൻ്റെ വണ്ടിയുടെ ബ്രേക്ക് പോയി, നീ മനഃപൂർവ്വം എന്നെ കൊല്ലാൻ ശ്രമിച്ചല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കേസും പ്രശ്നങ്ങളൊക്കെ ആവും. അങ്ങനെ സച്ചിയെ സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് പോകും. അല്ലാതെ തന്നെ നമ്മുടെ കുറച്ച് ദേഷ്യം വിഷ്ണുവിനോടുണ്ട്. അങ്ങനെ ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് തന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നത്. അങ്ങനെ അവിടെ വെച്ച് അവർ തമ്മിൽ സംസാരമൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ പോലീസുകാർ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും വണ്ടിക്ക് ബ്രേക്കില്ലെന്നുള്ളത്. എങ്കിലും അരുൺ പറയുന്നുണ്ട്, നീ മനഃപൂർവ്വം എന്നെ കൊല്ലാൻ ശ്രമിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരുൺ ഒരു തരത്തിലും ആ കേസ് വിട്ടുകൊടുക്കാൻ തയ്യാറാവത്തില്ല. അങ്ങനെ കേസൊക്കെ ഒരുവിധം ഒത്തുതീർപ്പായി പ്രശ്നങ്ങളൊക്കെ തീരുന്നുണ്ട്. പക്ഷേ അതിനുശേഷം സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട് ബ്രേക്കിൻ്റെ പ്രശ്നമൊന്നും ഇല്ലാതിരുന്നയാളോ കാറിന് പെട്ടെന്ന് എങ്ങനെ ബ്രേക്കിൻ്റെ പ്രശ്നം ഉണ്ടായെന്നൊക്കെ സച്ചി അന്വേഷിക്കുന്നുണ്ട്. ആ അന്വേഷണത്തിനൊടുവിൽ മനസ്സിലാവുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ ആൻ്റണിയാണെന്നുള്ളത്. ആൻ്റണിയും ശ്രുതിയും കൂടി ചേർന്നാണ് തന്നെ അപകടപ്പെടുത്താൻ ശ്രമിച്ചതെന്നൊക്കെ ഒരു വിവരം സച്ചിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വരുന്ന ആഴ്ച കാണാൻ പോകുന്ന ഏറ്റവും പുതിയ വിശേഷം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.